മുൻനിര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ വൻ സുരക്ഷാ വീഴ്ച. ഇൻസ്റ്റഗ്രാമിൽ 1.75 കോടി ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നുവെന്ന് സൈബർ സുരക്ഷാ കമ്പനിയായ മാർവൽ ബൈറ്റ്സ്. ഈ വിവരങ്ങൾ ഡാർക്ക് വെബിൽ ഹാക്കർമാരുടെ കൂട്ടായ്മകളിൽ പ്രചരിക്കുകയാണ്. ഉപഭോക്താക്കളുടെ യൂസർ നെയിമുകൾ, പൂർണ്ണമായ പേര്, ഇമെയിൽ വിലാസം, ഫോൺ നമ്പറുകൾ, ഭാഗികമായ വിലാസം തുടങ്ങിയവ ചോർന്നുവെന്നാണ് മാർവൽ ബൈറ്റ്സ് പറയുന്നത്. സൈബർ ആൾമാറാട്ടം, ഫിഷിംഗ് ക്യാമ്പയിൻ, ലോഗിൻ വിവരങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമം തുടങ്ങിയ പലവിധ കുറ്റകൃത്യങ്ങളും ഹാക്കർമാർ ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും കമ്പനി മുന്നറിയിപ്പ് നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജുവിന്റെ ചെങ്ങന്നൂരിലെ മുണ്ടക്കാവിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധന പൂർത്തിയായി. 8 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയ്ക്ക് ശേഷമാണ് SIT സംഘം മടങ്ങിയത്. ബന്ധുക്കളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അന്വേഷണ സംഘം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇലക്ട്രോണിക് രേഖകൾ എന്നിവയെല്ലാം പരിശോധിച്ചു. വീട്ടിൽ നിന്നും ഇത്തരം ചില രേഖകൾ പിടിച്ചെടുത്തുവെന്നാണ് വിവരം. ഐപാക് റെയ്ഡുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചു. ന്യായവും സ്വതന്ത്രവുമായ അന്വേഷണം നടത്താനുള്ള തങ്ങളുടെ അവകാശം സംസ്ഥാന സർക്കാർ നിഷേധിച്ചുവെന്ന് ED കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നും ED ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഐപാക്കുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിനെതിരെ ഉണ്ടായ സംഭവമാണ് EDയുടെ ഹർജിയിൽ വിശദീകരിക്കുന്നത്. മമതയുടെ തൃണമൂൽ കോൺഗ്രസിനായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിൽ ഈ സ്ഥാപനം ഏർപ്പെട്ടിട്ടുണ്ട്. 2020 കൽക്കരി കുംഭകോണം അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു ED റെയ്ഡ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പിടിച്ചെടുക്കാൻ EDക്ക് സാധിച്ചിരുന്നില്ല. സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ രേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫലമായി എടുത്തുമാറ്റിയതായി ED. കേന്ദ്ര ബഡ്ജറ്റിന് മുന്നോടിയായുള്ള ധനമന്ത്രിമാരുടെ യോഗത്തിൽ ദീർഘകാല ആവശ്യങ്ങൾ ആവർത്തിച്ച് കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ 1000 കോടി രൂപ വേണം. എയിംസ്, ശബരിപാത നിർമ്മാണം എന്നിവയും കേരളം ഉന്നയിച്ചു. മടങ്ങിവരുന്ന പ്രവാസികളുടെ ക്ഷേമത്തിനും സ്പെഷ്യൽ പാക്കേജ് വേണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ഇന്നലെ ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ആവശ്യപ്പെട്ടു.